അങ്ങനെ ഫൈനലി നമ്മുടെ ഓണം വെക്കേഷൻ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ വീഡിയോസ് ഇടാതിരുന്നത് പരീക്ഷയാണ്, തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇനി വെക്കേഷൻ 10 ദിവസം വെറുതെ ഇരുന്നിട്ട് വീഡിയോസൊക്കെ ഇട്ടില്ലെങ്കിൽ നിങ്ങളെന്ത് വിചാരിക്കും? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ നമ്മുടെ കലാവിരുദ്ധത ഈ ഒരു ബനിയനിലാണ് കേട്ടോ. ഷെൽഫിൽ വെറുതെ ഇരുന്നൊരു ബനിയനാണിത്. ഇത് പ്ലെയിൻ ആയതുകൊണ്ട് പിന്നെ ഇറക്കിച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ ഇടാണ്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിൽ ഞാനിന്നൊരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം എംബ്രോയ്ഡറി ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പിന്നെ ഫാബ്രിക് പെയിൻറ്റിംഗ് ആയി. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഔട്ട്ലൈനിങ് കാര്യങ്ങളൊക്കെ നടത്തി, പിന്നെ കൺഫ്യൂഷനായി. അങ്ങനെ ഫൈനലി ഇത് വെക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ പേപ്പർ കട്ടിങ് വെക്കാനാണ് വിചാരിച്ചത്, പക്ഷെ അത് നടന്നില്ല. ഇനി നെക്സ്റ്റ് കൺഫ്യൂഷൻ വന്നിട്ട് ഏത് കളർ അടിക്കണം എന്നായിരുന്നു. ഇതാണ് അടുത്ത കൺഫ്യൂഷൻ. അങ്ങനെ കുറേ നേരത്തെ ഇതൊക്കെ ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കളർ അടിക്കാൻ വിചാരിച്ച് ഞാൻ ഭയങ്കര കാര്യമായിട്ട് ബ്രഷൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ എനിക്കൊരു സ്മഡ്ജ് എഫക്റ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ബ്ലെൻഡറൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ നമ്മൾ റെഡാണ് ഗൈസ് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റെഡ് പെയിൻ്റൊക്കെ എടുത്ത് പിന്നെ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഫസ്റ്റ് ഔട്ട്ലൈനൊക്കെ ഞാൻ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഉള്ളിൽ കളർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായി ഗൈസ്. ബ്ലെൻഡറിൽ ഞാൻ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്ലെൻഡർ അങ്ങോട്ട് സഹകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ആ പേപ്പർ അവിടെ അങ്ങനെ വെച്ചിട്ട് അത് സ്റ്റിക്കായിട്ട് ഇരിക്കണ്ടായിരുന്നില്ല, അപ്പോൾ അത് സ്റ്റിക്കാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്കൂടെ വേറൊരു പണി കിട്ടി ഗൈസ്. ആ റെഡ് പെയിൻറ്റ് ഞാൻ തിരിച്ച് വെച്ചില്ലായിരുന്നോ, ആ സമയത്ത് ആ റെഡ് പെയിൻറ്റ് ആ ടീഷർട്ടിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തായി ഗൈസ്. ഞാൻ എന്ത് ചെയ്യുന്നു ഓർത്തിട്ട് ഇരിക്കുകയാണ്. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനത് കുറേ പരിപാടികളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കളയാം, അപ്പോഴത്തേനും പെയിൻറ്റിംഗ് ഒക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവം ഇവിടെ വന്നത് എനിക്ക് ഭയങ്കര വിഷമമായിട്ട്. പിന്നെ ഞാൻ വിനീഗറും പഞ്ചസാരയും ഒക്കെ ഇട്ട് എന്താണ്ടൊക്കെ കാണിച്ചത് കുറച്ചൊക്കെ ഒന്ന് കളയുന്നുണ്ട്. നെക്സ്റ്റ് ഇതെനിക്ക് ഒരു ക്രോപ്പ് ടോപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനതിന് എക്സസ് ലെങ്ത്തുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് മടക്കി തുന്നണം. അതൊരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ആ ടാസ്കിനെയൊക്കെ മറികടന്ന് നമ്മൾ ചെയ്യുമെന്നല്ല, ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതായിപ്പോൾ മടക്കി തുന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോയൊരു ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് മടക്കി തുന്നി എടുക്കണം. തുന്നൽ ഇച്ചിരി ടാസ്ക് ആയിരുന്നു, കാരണം ഞാൻ ആ വെട്ടിയ ഭാഗം ഇങ്ങനെ മടങ്ങിയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇത് നോക്കൂ ഗൈസ്, ഇതിലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ ഈ ഒരു ഭാഗം മാത്രം അങ്ങനെ ഇരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പണി ഞാൻ ഒപ്പിക്കാൻ വിചാരിച്ച് വൈറ്റ് പെയിൻറ്റ് ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എക്സസ് വെട്ടിയ ഒരു തുണിയിൽ ആദ്യം ഒന്ന് അടിച്ച് നോക്കാം. എന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ മെയിൻ ബനിയനിലോട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ബ്രഷൊക്കെ എടുത്തിട്ട് പയ്യെ പെയിൻറ്റൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ബനിയനിലോട്ടും അടിക്കാമെന്നാണ് വിചാരിച്ചത്. ഇതാണ് കേട്ടോ, ഞാൻ ആ എക്സസ് അടിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ബനിയനിലോട്ടും കൂടെ ഒന്ന് അടിച്ച് നോക്കാം ഗൈസ്. എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല സാരില്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡർ ആവാൻ വേണ്ടി എൻ്റെ വേറൊരു ബ്ലെൻഡറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് വൈറ്റ് പെയിൻറ്റ് ആക്കിയിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് അടിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പിന്നെ അടിച്ച്. പിന്നെ ഏറ്റവും വൃത്തികേടായൊരു കാര്യം ഇതിൽ ട്വിസ്റ്റിൽ നിങ്ങൾ കണ്ടാൽ മതി ഗൈസ്. ഫൈനൽ ലുക്കിൽ നിങ്ങൾ കണ്ടാൽ മതി. അത് വളരെയധികം ഞാൻ കഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പെയിൻറ്റ് ഇവിടെ അടിച്ചു കൊടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അത് ഇതുപോലെയാണുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ആ വൈറ്റ് പെയിൻറ്റ് അവിടെ നിന്നിട്ട് ഒരുമാതിരിയൊക്കെ ആയിട്ട് ആകെ ചളവായി ഒരു വഴിയായി എന്ന് തന്നെ പറയാം. എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഞാൻ സ്ക്രബ്ബറായി, വിനാഗറും പഞ്ചസാരയായി, സോപ്പായി, വെള്ളമായി നിറച്ചു അങ്ങനെ ബനിയനിൽ. അപ്പം എങ്ങനെയൊക്കെയോ കളഞ്ഞത് അതിങ്ങനെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതൊന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ തുന്നിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പം ഗൈസ് പിന്നെ ഇതിൽ പ്രശ്നം ആ ഒരു മേളിൽ ഭയങ്കര റെഡ് കറയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്, ലൈക്ക്.